സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും നമുക്കൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അതിപ്പോൾ ഇവൻ ലൈവ് പോയാൽ പോലും പലപ്പോഴും കൂടുതലും വൺ വേ തന്നെയായിരിക്കും. ഇനി പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് റെസ്പോൺസ് വരുന്ന പല മെസ്സേജുകൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആലോചിക്കും ഇത് മറ്റുള്ളവരും കൂടെ അറിയേണ്ട കാര്യം തന്നെയാണ്, ഒരാൾ മാത്രം അറിയേണ്ടതല്ലാന്ന് തോന്നും. എങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഫിസിക്കലായിട്ടുള്ള കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് നമ്മളൊരു ഓഫ്ലൈൻ ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടാണ് റൈസപ്പ് എന്നുള്ള ഇവന്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. റൈസപ്പ് വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 തവണ മാത്രം നടത്തുന്ന ഒരു ഫിസിക്കൽ ഇവന്റ് ആണ്. അതൊരിക്കലും എനിക്ക് ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് റൈസപ്പ് ഓൺലൈനിൽ കൊടുത്തുകൂടെ? ഒരിക്കലും സാധിക്കുന്ന കാരണം അതൊരു എക്സ്പീരിയൻഷ്യൽ ഇവന്റ് ആണ്. ഒരു വർക്ക്ഷോപ്പ് അല്ല, അതൊരു ട്രെയിനിങ് അല്ല, അതൊരു എക്സ്പീരിയൻഷ്യൽ ഇവന്റ് ആണ്. ആ ഒരു ഫുൾ ഡേ ഏകദേശം ആ വലിയ ഹോളിലെ ആംബിയൻസിൽ, ആ ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പറയും വാക്ക് സിങ്ക്രണൈസേഷൻ എന്ന് പറയും, വിഷ്വൽ ഓഡിറ്ററി കെനസ്തെറ്റിക് സിങ്ക്രണൈസേഷൻ. ഈ ഒരു എൻവയോൺമെന്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് റൈസപ്പിലൂടെ ഉദ്ദേശിക്കുന്നതും അതാണ് അവിടെ നടക്കുന്നതും. അപ്പൊ അതുകൊണ്ട് അതിന് യാതൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. പക്ഷെ അതിൽ കുറേയധികം ഏകദേശം 2000-ഓളം ആൾക്കാരൊക്കെ വരുന്നുണ്ടാവാം. പക്ഷെ അതിലും കൂടുതൽ ആൾക്കാർ തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് ഓൺലൈനിൽ അത്രയും വൈബ്രന്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൂടാ എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങിയത്. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അടുത്ത തലങ്ങളിലേക്ക് ഉയരണം. എനിക്കും ജീവിതത്തിൽ പലതും നേടാനുണ്ട്. എനിക്കും ജീവിതത്തിന്റെ ഓണർഷിപ്പ് എനിക്ക് ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാർ, അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ ഫ്രീ സെഷൻസ് ഉണ്ടാവും, എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, നെറ്റ്വർക്കിംഗ് ഉണ്ടാവാം. ഇന്നത്തെ കാലത്ത് കൊളാബറേഷനിലൂടെയും നെറ്റ്വർക്കിങ്ങിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കാനും നേടാനും ഒക്കെ സാധിക്കുന്നത്. ഇതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു ട്രൈബ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ അത്തരത്തിലുള്ള ഒരു ഡ്രൈവ് ഉള്ളിൽ ഉണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇനിയും പലതും നേടാനുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഫുൾ ഓണർഷിപ്പ് എനിക്ക് ഏറ്റെടുക്കണം തീരുമാനം ഉണ്ടെങ്കിൽ ഈ ട്രൈബിൽ നിങ്ങൾക്ക് സ്വാഗതം. ഇത് എൻ്റെ ബയോയിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ട്രൈബിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് നിരവധി കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, ഷെയർ ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം.